ഉസ്താദുമാര് പീഡിപ്പിച്ച എത്ര പെൺകുട്ടികളുടെ വാർത്ത, ആൺകുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് ഉസ്താദ് പീഡിപ്പിച്ച കേസാണ് ഇവിടെ ഇത്രയും വിവാദമായിട്ടുള്ളത്? ആ കേസിൽ എന്ത് സംഭവിച്ചുവെന്ന് ഈ നാടാളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല. പീഡിപ്പിച്ചത് ഹിന്ദുവാണ്, പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയാണ്. ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് SDPക്കാരുടെ ചിന്ത. അത് കുടുംബായ ചിന്തയാണ്, ലീഗിന്റെ ചിന്തയാണ്, അത് വർഗീയതയാണ്. സിമ്പിൾ പരിപാടി. പപ്പേട്ടൻ പാവമാണ്, പപ്പേട്ടൻ നിരപരാധിയാണ്. പാലത്തായി കേസിൽ കോടതി ശിക്ഷിച്ച പപ്പേട്ടൻ നിരപരാധിയാണെന്നതിന് ഇതിനേക്കാൾ വലിയൊരു തെളിവിന് കിട്ടാനില്ല. പപ്പേട്ടൻ പ്രതിയാക്കപ്പെട്ടതും ശിക്ഷിക്കപ്പെടാനുള്ള കാരണം ഇതിൻ്റെ പിന്നിൽ ജിഹാദികൾ, മുസ്ലിമീങ്ങളാണെന്ന്. ഇത് അവസാന തടവെന്നല്ല, ആദ്യ തടവാണ്. ഇപ്പൊ കേരളത്തിൽ എത്ര വലിയ കൊടും കുറ്റകൃത്യം നടന്നാലും അതിൻ്റെ പിന്നിൽ ജിഹാദികളാണ്. അതിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം കോടതിയെ സ്വാധീനിച്ചത്, അല്ലെങ്കിൽ വ്യാജ തെളിവുണ്ടാക്കിയത്, അല്ലെങ്കിൽ ജിഹാദികൾ സമ്മർദ്ദം മൂലമാണെന്ന് പറഞ്ഞാൽ സംഗതി ഒക്കെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ പ്രസംഗിക്കുന്ന ആള് ശശികല ടീച്ചറോ RV ബാബുവോ സുരേന്ദ്രനൊന്നുമല്ല. അവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവി കൂടെ കളയും. കേരളത്തിലെ സെക്കുലർ പാർട്ടിയുടെ നേതാവ്, മതനിരപേക്ഷ പാർട്ടി എന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് ഈ പറയുന്നത്. അതിനകത്ത് നമുക്ക് സങ്കടം. എൻ്റെ പ്രിയപ്പെട്ട CPMകാരാ, നിന്റെ പാർട്ടിയോട് നമുക്ക് വിരോധമോ വിധേയത്വം ഇല്ല. കുറേയൊക്കെ നീതി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. ആ ബഹുമാനം വെച്ചുകൊണ്ട് പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട CPMമാരാ, കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക് എതിരെ വന്ന ആരോപണമാകട്ടെ, അയാൾ ചെയ്ത കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടിട്ട് തന്നെ ആകട്ടെ, ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക് വേണ്ടി കേവല ആരോപണം വന്നെങ്കിൽ പോലും അയാൾക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കാനും പ്രാർത്ഥിക്കാനും, അയാൾക്ക് വേണ്ടി പ്രക്ഷോഭം നടത്താനും, അയാൾക്ക് വേണ്ടി സർക്കാരിനെ സ്വാധീനിക്കാനും ഒക്കെ നടന്നതിൻ്റെ ഒരു ഉദാഹരണം, ഒരുപാടൊന്നും വേണ്ട, ഒരൊറ്റ ഉദാഹരണം തന്നു കഴിഞ്ഞാൽ, ഞാൻ ഈ തലപ്പാവം കഴിച്ചു വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ചോറും കറിയും വെച്ച് വേലക്കാരനായിട്ട് ഞാൻ വന്നിരിക്കും. ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിയാർ മദ്രസയിലെ കുട്ടികളെ പീഡിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ അയാൾ പ്രതി ചേർക്കപ്പെട്ടതിൻ്റെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ കാരണം കൊണ്ട് അയാൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയ അയാൾ നീതിമാനാണ്, ഇതിൻ്റെ പിന്നിൽ വേറെ ചില ഹിഡൻ ശക്തികളുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നതിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചാൽ മതി. ഒരുപാടൊന്നും വേണ്ട, ഒരൊറ്റെണ്ണം മതി കാണിക്കാൻ കഴിയൂ. എന്നാലേ കേരളത്തിൽ ഫ്രാങ്കോ മുളക്കൽ എന്ന് പറഞ്ഞ പിതാവിനെ അറിയെങ്കിൽ, ഫ്രാങ്കോ മുളക്കൽ കുറെ കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചു, ബലാത്കാരം ചെയ്തു എന്നതിൻ്റെ പേരിൽ എറണാകുളം വഞ്ചി സ്ക്വയറിൽ വന്ന് പരസ്യമായിട്ട് ജനപിന്തുണ നേടിയപ്പോൾ പത്രക്കാരുടെ മുമ്പിൽ പരസ്യമായി പറഞ്ഞു, ഞങ്ങളെ ബലാത്കാരം ചെയ്തു, ഞങ്ങൾക്ക് നീതി വേണമെന്ന് പറഞ്ഞപ്പോൾ, പത്രസമ്മേളനം കഴിഞ്ഞ് 24 മണിക്കൂർ തികയതിനു മുമ്പ് 24 ന്യൂസിന്റെ ജനകീയ കോടതി എന്ന് പറയുന്ന പരിപാടിയിൽ അരുൺകുമാറാണെന്ന് ഒന്ന് അന്ന് ആ പരിപാടി നയിക്കുന്നത്, PC ജോർജ് സഭയ്ക്ക് വേണ്ടി വന്നിട്ട് ഈ കന്യാസ്ത്രീമാരെ വിളിച്ചത് പാച്ച വീശയെന്ന. സമാനമായ ഒരു ഉദാഹരണം, ഒരു കുട്ടിയെ ഒരു മുസ്ലിയാർ പീഡിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ ആ കുട്ടിയുടെ ഉമ്മയോ കുട്ടിയോ വാപ്പയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ഉദാഹരണം, ഒരു പ്രസ്താവനയുടെ ഒന്ന് വേണ്ട, അരതരൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്ന് മാത്രമല്ല, അഭയ എന്ന് പറയുന്നൊരു പെൺകുട്ടീനെ അറിയാലോ, നമ്മുടെ കേരളത്തിൽ നടന്ന അഭയ കേസ്. അഭയ കൊല്ലപ്പെട്ട് 30 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നീതി കിട്ടിയത്. എന്തേ കേസ് വൈകിപ്പോയത്? അഭയക്ക് വേണ്ടി ആരായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ? ജോമോൻ പുത്തമ്പരക്കൽ ഏതെല്ലാം ഘട്ടത്തിൽ കോടാലിക്ക് വെട്ടി കൊലപ്പെടുത്താൻ നോക്കിയത് ആരാണ്? അതിന്റെ പിന്നിൽ കളിച്ചാരാണ്? കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിയാരെ അയാൾ പീഡന കേസ്, ഞങ്ങൾ എന്നെ പീഡിപ്പിച്ചു, എന്നെ ഉപദ്രവിച്ചു, എന്നെ ബലാത്കാരം ചെയ്തു എന്നൊരു പെൺകുട്ടി പറഞ്ഞതിന്റെ പേരിൽ, അയാൾ ശിക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ ആക്രമിച്ച അയാൾ പ്രതിയാണെന്ന് പറഞ്ഞ കുട്ടിയുടെ വാപ്പയോ ഉമ്മയോ കുടുംബക്കാർ ആരെങ്കിലും ആക്രമിച്ചതിന്റെ ഒരു ഉദാഹരണം ജോമോൻ പുത്തമ്പരക്കലിന്റെ പുറത്ത് ഇപ്പോഴും ഉണ്ടെന്നാ പറയുന്നത്. കോടാലിക്ക് വെട്ടിയ പാട് ഒരു ഉദാഹരണം കാണിച്ചു തരാൻ പറ്റും? സിസ്റ്റർ സെഫിയും ഫാദർ കൂട്ടൂരാനും കൂടി ഭക്ഷണം ഉണ്ടാക്കുന്ന കലവറ മണിയറയാക്കിയപ്പോൾ ഒരു പെൺകുട്ടി ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം കന്യാസ്ത്രീയാണോന്ന്. ആ കുട്ടി കൊല്ലപ്പെട്ട് 30 വർഷം കഴിഞ്ഞ് നീതി കിട്ടുമ്പം അഭയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടിരുന്നു. 30 കൊല്ലം എടുത്തു. എന്തേ 30 കൊല്ലം വൈകാനുള്ള കാരണം? ആരാണ് അഭയ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ആ വേട്ടക്കാർക്ക് വേണ്ടി രംഗത്തിറങ്ങിയത്? ഒരു ഉദാഹരണം കാണിച്ചു തന്നേ, ഒരെണ്ണം മതി, ഒരു ഉദാഹരണം കാണിച്ചേരെ. മദ്രസാധ്യാപകരുടെ ഇതുവരെ ഒരു മദ്രസാധ്യാപകന്റെയും കേസ് വന്നിട്ട് ആരോപണമാകട്ടെ, ഇപ്പൊ ഈ പോക്സോ കേസിന്റെയൊക്കെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ സമീപകാലത്ത് മനോരമ തന്നെ പറഞ്ഞില്ലേ, ആയിരക്കണക്കിന് പോക്സോ കേസുകൾ വ്യാജമാണ്, നിർമ്മിതമാണെന്ന് പറഞ്ഞു. എന്തേ കാരണം? സമീപകാലത്ത് ഗേറ്റ് കീപ്പറായിട്ട് നിന്ന ഒരു സഹോദരൻ, നമുക്കറിയാം എറണാകുളത്ത് നടന്നൊരു സംഭവമാണ്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ
അവരുടെ ചില സ്വകാര്യ നിമിഷങ്ങൾ അദ്ദേഹം കണ്ടപ്പോൾ വീട്ടിൽ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പെൺകുട്ടി പോയിട്ട് പറഞ്ഞു എന്നെ ഇയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെ ആയിരക്കണക്കിന് കേസുകളുണ്ട്, പോക്സോ കേസുകൾ. എല്ലാം 100% ജനുവനാന്ന് പറയാൻ കഴിയില്ല. പിന്നെ പോക്സോ കേസുകളുടെ പൊതു സ്വഭാവം കോടതിയിലെത്തിക്കഴിഞ്ഞാൽ തെളിവിന്റെ അഭാവം മൂലം തള്ളപ്പെടുകയാണ്. അതാണ് പോക്സോ കേസ്. അപ്പൊ അയാൾ പോക്സോ കേസിൽ ഒരാളെ പ്രതികരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയാൾ 100% കുറ്റക്കാരാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മദ്രസാധ്യാപകരെല്ലാം 100% നല്ലവരാണെന്നും അവരെല്ലാം മോശക്കാരാണെന്നും പറയാൻ കഴിയില്ല. എല്ലാ രംഗത്തും പീഡനം നടക്കുന്നത് നോക്കൂ. ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ നടന്ന പീഡനമാണ്. നോക്കൂ, സാമിയ ചികിത്സയ്ക്ക് വേണ്ടി ചെന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഇങ്ങനെ നിരവധി ഒരു വേറൊരു സാമിയാണ് നോക്കുന്നത്. പെൺകുട്ടിക്ക് വാട്സപ്പിലൂടെ ഐ ലവ് യു എന്ന് അയച്ച് അയാളും പോക്കി. വാർത്തയാണ് ഇതൊക്കെ. നിങ്ങൾക്ക് മദ്രസാധ്യാപകരുടെ വിഷയത്തിൽ മാത്രം ഇത്ര സോക്കേട് വരുന്നത് എന്താ? സിമ്പിൾ പരിപാടി. ഒരു പെൺകുട്ടി, അനാഥയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരുത്തനെ കോടതി ശിക്ഷിക്കും. എന്തെല്ലാം ഇതിന്റെ പിന്നിൽ നടന്ന കളി എന്തൊക്കെയാണെന്നു? ഹാജർ പട്ടി സഹാധ്യാപകരെ ഹാജർ പട്ടി തിരുത്തുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് രാജിയാവലിന് തയ്യാറാകുന്നു. അങ്ങനെ അവസാനം കോടതി ഇടപെടുകയും പുതിയ അന്വേഷണ കമ്മീഷനെ വെക്കാൻ ശിക്ഷിക്കപ്പെട്ടു. അയാൾ നീതിമാനാണെങ്കിൽ കോടതിയോടാണ് പറയേണ്ടത്. നിങ്ങൾ കോടതിയിലാണ് വാദിക്കേണ്ടത്. മേൽക്കോടതിയിൽ കൊണ്ട് പരാതി കൊടുക്കുക. അതിന് കേരളത്തിലെ മുസ്ലിം സിമ്പിൾ പരിപാടി, ഏറ്റവും സിമ്പിൾ പരിപാടി. അത് പിന്നെ കേരളത്തിലെ മദ്രസാധ്യാപകരെ വിഷയം ചർച്ചയാകുന്നില്ലല്ലോ. ഇയാൾ ഹിന്ദു ആയതുകൊണ്ടാണ്. സന്തോഷ് മാധവൻ ഇക്കാലം അത്രയും ജയിലിൽ കിടക്കുന്നില്ലായിരുന്നു. സന്തോഷ് മാധവൻ അല്ലേ? സന്തോഷ് മാധവൻ അകത്താക്കിയത് മുസ്ലിമാ? സന്തോഷ് മാധവൻ ജയിലിൽ കിടന്നതിനെ മരിക്കില്ലായിരുന്നു, മുസ്ലിമാ? ഇങ്ങനെ ആയിരക്കണക്കിന് കേസുകളില്ലേ, അതിനകത്തൊക്കെ മുസ്ലിങ്ങളാണ് അതിൻ്റെയൊക്കെ പിന്നിൽ. വാളയാർ കേസിൽ അതിന്റെ പിന്നിൽ മുസ്ലിമാ? കത്വ കേസും ഹത്രാസ് കേസും അതിന്റെ പിന്നിൽ മുസ്ലിമാ? എന്തുകൊണ്ടാണ് ഹത്രാസും കത്വയൊക്കെ ഇത്രയും ജനമനസ്സിൽ പോകാത്തത്? ഇനി എന്റെ പ്രിയപ്പെട്ട CPM സംശയം ഞാൻ മാറ്റിത്തരാം. എന്തുകൊണ്ടാണ് പാലത്തായി കേസ് ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നത്? ഇത് മാത്രമല്ല, ഹത്രാസ് കേസും കത്വ കേസും ഒക്കെ ഇതിന് സമാനമാണ്. ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരുപാട് എലമെന്റ് ഉണ്ട്. ഇതിൽ ഇരക്കൊപ്പമല്ലായിരുന്നു ഭരണകൂടവും സംവിധാനങ്ങളും, വേട്ടക്കാരനൊപ്പമായിരുന്നു. ഹത്രാസിൽ ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. പരാതി പറയാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് പിതാവ് ചെല്ലുന്നു, നെഞ്ചു തുളക്കുന്നു, വെടിവെച്ച് കൊല്ലുന്നു. കത്വ കേസിന്റെ അറിയില്ല, ഹാസിഫ് എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി, ചെറിയ പെൺകുട്ടി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ക്ഷേത്രത്തിന്റെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ശ്രീകോവിലിന്റെ അകത്തിട്ട് ബലാത്കാരം ചെയ്യുന്നു, കൊലപ്പെടുത്തുന്നു. ഇപ്പം പാലത്തായി കേസിൽ തന്നെ ഇതിലെല്ലാം ജനങ്ങളുടെ സമ്മർദ്ദം മൂലം, അല്ലെങ്കിൽ ജനങ്ങൾ നീതിക്ക് വേണ്ടി രംഗത്തിറങ്ങേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. കാരണം ഇതിനകത്ത് വേട്ടക്കാരനെ രക്ഷിക്കാൻ വേണ്ടി ഭരണകൂടവും സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും എല്ലാം വേട്ടക്കാരനൊപ്പമായിരുന്നു. ഹാജർ പട്ടിയെ തിരുത്തിയതാരാണ്? പപ്പേട്ടന് വേണ്ടി ഇന്നും കളത്തിൽ ഇറങ്ങി നിൽക്കുന്നു, കളിക്കുന്നതും സാമാന്യവൽക്കരിക്കുന്നതും ആരാണ്? ഒളിഞ്ഞും തെളിഞ്ഞും ഏതെല്ലാം സംവിധാനങ്ങൾ അയാൾക്ക് പിന്തുണ കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് കത്വ കേസിൽ, ഹത്രാസ് കേസിൽ BJPയുടെ MLA നേരിട്ടിറങ്ങിയില്ലേ? അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട CPM മനസ്സിലാക്കേണ്ടത്, ഈ മദ്രസാധ്യാപകരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചർച്ച നടക്കുന്നില്ല, അല്ലെങ്കിൽ മദ്രസാധ്യാപകരുടെ വിഷയത്തിൽ സാമാന്യവൽക്കരിക്കുന്നു, ഇയാൾ ഹിന്ദുവാണെന്നൊക്കെ പറഞ്ഞാൽ താൽക്കാലിക ആശ്വാസത്തിന് നല്ലതാണ്. പിന്നെ കേരളത്തിൽ മദ്രസാധ്യാപകരുടെ പീഡനവുമായി ബന്ധപ്പെട്ട് ഇത്രയും വാർത്തകളും ചർച്ചകളും വരുന്നുണ്ട്. കൃത്യമായി ഓഡിറ്റിംഗ് നടക്കുന്ന ഏരിയയാണ് മദ്രസയെന്ന്. ഇനി മദ്രസയിലാണോ ഏറ്റവും കൂടുതൽ പീഡനം നടക്കുന്നത്? ഞാൻ പറയുന്നില്ല. സനിൽ എടമറുകൻ എന്ന് പറയുന്നത് കേരളത്തിലെ നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ നേതാവല്ലേ, അദ്ദേഹം പറയട്ടെ, നമുക്ക് കേൾക്കാം എവിടെയാണ് ഏറ്റവും കൂടുതൽ പീഡനം നടക്കുന്നതെന്നുള്ളത്. നിങ്ങൾ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ രാവിലെ കുറച്ച് കുട്ടികൾ മദ്രസയിൽ വരും, അധ്യാപകരുടെ പരിപാടി വെച്ചാൽ പഠിപ്പിക്കലൊന്നുമില്ല, പീഡിപ്പിക്കുക, ഇതന്നെ പരിപാടി. അങ്ങനെയല്ലേ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ നമുക്ക് സനിൽ ഇടമറുക പറയുന്നത് കേൾക്കാന്ന് പറയും. ലോകത്തിൽ കൂടുതൽ ബാലപീഡനത്തെ കുറിച്ചുള്ള പരാതി ഉയർന്നിട്ടുള്ളത് കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ടാണ്. ഫ്രാൻസിൽ അടുത്ത കാലത്ത് 70,000 കുഞ്ഞുങ്ങളുടെ, അവരൊക്കെ പ്രായപൂർത്തി എത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ പരസ്യമായി തുറന്നു പറയാനുള്ള വെബ്സൈറ്റുകളൊക്കെ തുറന്നപ്പോൾ ആൾക്കാർ പേര് പറഞ്ഞ് രംഗത്ത് വന്ന് 70,000 കുട്ടികൾ, അതേക്കുറിച്ചുള്ള അന്വേഷണം നടന്നിട്ടാണ് 70,000 എന്ന് തിരിച്ചറിഞ്ഞത്. അത് പ്രൂവ് ചെയ്യപ്പെട്ടു. അതിനകത്ത് ബിഷപ്പുമാർ ഉൾപ്പെടെ കമ്മിറ്റി വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടന്നത്. മെക്സിക്കോയിൽ, ഫ്രാൻസിൽ, അയർലൻഡിൽ, അമേരിക്കയിൽ, ബ്രിട്ടനിൽ എന്ന് തുടങ്ങി അതുപോലെ തന്നെ ജർമ്മനിയിൽ എവിടെയൊക്കെ കത്തോലിക്ക സഭയ്ക്ക് സ്വാധീനമുണ്ട്, ഇറ്റലിയിൽ, അവിടെയൊക്കെ തന്നെ ഈ പറയുന്നത് പോലെ ഒറ്റയ്ക്കും പെട്ടയ്ക്കും കേൾക്കുന്ന ഈ പറയുന്ന ഉസ്താദുമാരുടെ പീഡനത്തിന്റെ കഥകളല്ല, ആയിരക്കണക്കിന് ബാലന്മാരെ ലൈംഗികമായി പീഡനം നടത്തി എന്ന് പറയുന്ന വലിയ പരാതികൾ ഉയരാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-25 കൊല്ലമായി. എന്റെ പ്രിയപ്പെട്ട CPM പറയാനുള്ളത്, നിങ്ങളുടെ പാർട്ടിയുള്ള വിരോധമല്ല, നിങ്ങളിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകളാണ്. നിങ്ങളൊരു മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ
ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് ഒരു പ്രതിയെ സാമാന്യവൽക്കരിച്ച് സാധൂകരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ എലമെന്റുകളൊന്നും ഈ വർഗീയ ഭാഷയൊന്നും നിങ്ങൾ പുറത്തിറക്കരുത്. സ്നേഹത്തോടെ പറയാം, ഇത് നിങ്ങൾ പുറത്തിറക്കരുത്. ഇത് BJP-ക്കാർ ഇറക്കേണ്ട കാർഡാണ്. ഇത് RV ബാബു ശശികല ടീച്ചർ ഇറക്കേണ്ട കാർഡാണ്. ഈ കാർഡ് നിങ്ങൾ ഇറക്കരുത്. ഇറക്കാനുള്ള അവസ്ഥ എന്നറിയോ? ഇതുപോലെ തെളിവുകൾ മുന്നിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കും.